10,000 പേരുടെ ജനിതക ഡാറ്റ ഗവേഷണ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ തുറന്നുകൊടുത്തു. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ജീനം ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യമാകെ 19,000 പേരുടെ രക്തസാമ്പിളുകളാണ് വ്യക്തികളുടെ അനുമതിയോടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ജനിതക ശ്രേണീകരണം പൂർത്തിയാക്കിയ 10,000 സാമ്പിളുകളാണ് പുറത്തുവിട്ടത്. കേരളത്തിൽ നിന്ന് 7 ജനസംഖ്യ വിഭാഗത്തിൽ നിന്നായി 1,851 പേരുടെ സാമ്പിളുകൾ എടുത്തിരുന്നു. രാജ്യമാകെ 99 ജനസംഖ്യ വിഭാഗങ്ങളുടേതായി 10 ലക്ഷം പേരുടെ ജനിതക സാമ്പിളുകൾ ശേഖരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ കീഴിൽ രാജ്യത്തെ 20 ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ചേർന്ന് 3 വർഷം കൊണ്ടാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഇന്ത്യൻ ബയോളജിക്കൽ ഡേറ്റാ സെന്റർ ആർക്കൈവ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇവരുടെ പോർട്ടൽ വഴിയാണ് ഗവേഷകർക്ക് നൽകുന്നത്. വ്യക്തികളെ തിരിച്ചറിയുന്ന ഒരു വിവരവും ഇതിലുണ്ടാകില്ല. ബംഗളൂരുവിലെ സെന്റർ ഫോർ ബ്രെയിൻ റിസർച്ചാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ ജനിതക വ്യത്യാസവും ജനിതക ചരിത്രവും കണ്ടെത്തുകയാണ് ലക്ഷ്യം. അർബുദമടക്കം വിവിധ രോഗങ്ങൾക്ക് പിന്നിലുള്ള ജനിതക കാരണങ്ങളും ഇതുവഴി മനസ്സിലാക്കാം. ജനിതക രോഗങ്ങൾക്കുള്ള ചികിത്സ നേരത്തെ തുടങ്ങാനും ശ്രേണീകരണം ഉപകരിക്കും. മരുന്നുകൾ വികസിപ്പിക്കാനും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ മരുന്നുകളോട് പ്രതികരിക്കുന്ന രീതി പഠിക്കാനും ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ.